ഇപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞു. ഇനി ഡിറ്റർമിനിങ് ദ ബെനിഫിറ്റ്സ്. അപ്പോൾ ബെനിഫിറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആദ്യം ലേബർ സേവിങ്സ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് അവരെ കൊണ്ട് നമുക്ക് എന്തോരം സേവിങ്സ് ഉണ്ടായി, അതായത് കറണ്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ എത്ര ചേഞ്ച് വന്നു, ആ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് കുറച്ച് എഫേർട്ടേ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം അവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര സേവിങ്സ് വന്നു അത് നമുക്ക് നോക്കാം. അപ്പോൾ ഫർദർ ഔട്ട്പുട്ട് കിട്ടിയപ്പം അവരുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതിൽ ഏതെങ്കിലും ചേഞ്ച് ഉണ്ടോ, സെയിം ജോബ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അതാണ് നമ്മൾ ലേബർ സേവിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ലേബർ സേവിങ്സ് വിൽ ഓൺലി ബി റിയലൈസ് ഇഫ് ദ ലേബർ അപ്ലൈഡ് ടു എ ജോബ് ക്യാൻ റിയലി ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ഒരു ലേബർ ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയം കുറയുവാണെങ്കിൽ മാത്രം, ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ടൈം കുറയുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സേവിങ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ. വെദർ ദിസ് കംസ് ആസ് എ റിസൾട്ട് ഓഫ് റിഡൻഡൻസീസ്, ട്രാൻസ്ഫേഴ്സ് ഓഫ് സ്റ്റാഫ് ടു ന്യൂ പൊസിഷൻ ഓർ റീഅലോക്കേഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഈ പറയുന്ന ഇതുണ്ടല്ലോ, ഈ വാല്യൂ, ഈ ലേബർ അവേഴ്സ് കുറയുന്നത്, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ വരണം. നമ്മളെ ഈ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം ലേബർ അവേഴ്സ്. കുറച്ച് ടൈം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഇഫ് ദ ടൈം സേവിങ് സിംപ്ലി റിസൾട്ട് ഇൻ സ്ലാക്കർ ദെൻ ദർ ഇസ് നോ സേവിങ്. അപ്പോൾ ടൈം സേവിങ് ഒരു പ്രാവശ്യം ട്രെയിനിങ് കഴിഞ്ഞ് 1-2 പ്രാവശ്യത്തേക്ക് മാത്രം ടൈം സേവിങ് ആയി, ബാക്കി പിന്നെയും പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല, അത് ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ ലേബർ സേവിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം, റെഡ്യൂസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്ട്. ഒരേ ജോലി വീണ്ടും വീണ്ടും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് ഒരേ ജോലികൾ ഒറ്റ തവണ മാത്രം ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, എങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ഒരുമിച്ച് ചെയ്യാം. ഇനി ലെസ് ടൈം സ്പെൻഡ് കറക്റ്റിംഗ് മിസ്റ്റേക്ക്. ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും അവർക്ക് വരത്തില്ല, അതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനുള്ള ടൈം പോകത്തില്ല. പിന്നെ ഫാസ്റ്റർ ആക്സസ് ടു ഇൻഫർമേഷൻ. അപ്പോൾ ഇപ്പോൾ അവർ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ഏത് ഇൻഫർമേഷൻ എവിടെ നിന്ന് നോക്കിയാൽ കിട്ടും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടേ കാര്യങ്ങൾ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും ലേബർ സേവിങ്സ് അതുകൊണ്ടും ഉണ്ടാവും. പിന്നെ വന്നിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്. ഇപ്പോൾ ഇവർ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ ഇവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. കാരണം ഇവരുടെ ട്രെയിനിങ് കാരണം ഇവർക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്കില്ല് അവർക്ക് കാണും, സെയിം ലെവൽ ഓഫ് എഫേർട്ട് ഇട്ടിട്ട്. ഓക്കെ, അപ്പം ഓർഗനൈസേഷൻ അതൊരു കോസ്റ്റ് സേവിങ്സ് ആണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇംപ്രൂവ്ഡ് മെത്തഡോളജീസ് റെഡ്യൂസിങ് ദ എഫേർട്ട് റിക്വയർഡ്. ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ മതി വർക്ക് ചെയ്യാൻ. ഹൈ ലെവൽസ് ഓഫ് സ്കില്ല് കൂടും, ഫാസ്റ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ ലീഡിങ് ടു ഇൻക്രീസ് എഫേർട്ട്. അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും, അതായത് അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചു, അവരെ കമ്പനി അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അത് ആ മോട്ടിവേഷൻ കാരണം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അതർ കോസ്റ്റ് സേവിങ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്, നോട്ട് ജസ്റ്റ് ത്രൂ സേവിങ്സ് ഇൻ ലേബർ ആൻഡ് ദിസ് കാറ്റഗറി അക്കൗണ്ട് ഓഫ് ദീസ്. ഫോർ എക്സാമ്പിൾ ഫ്യൂവർ മെഷീൻ ബ്രേക്ക് ഡൗൺ റിസൾട്ടിങ് ഇൻ ലോവർ മെയിൻ്റനൻസ് കോസ്റ്റ്. അപ്പോൾ അതർ കോസ്റ്റ് സേവിങ്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ലേബറിൽ മാത്രമല്ല, ചിലപ്പോൾ ഇപ്പം മെഷീൻ ബ്രേക്ക് ഡൗൺ ആവത്തില്ല, നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ബ്രേക്ക് ഡൗൺസ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അത്രയും ശ്രദ്ധിച്ച് അവർ മെഷീൻസ് യൂസ് ചെയ്യത്തുള്ളൂ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ മെഷീൻസ് യൂസ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ലോവർ സ്റ്റാഫ് ടേൺ ഓവർ, സ്റ്റാഫ് പെട്ടെന്ന് കളഞ്ഞിട്ട് പോകത്തില്ല, കാരണം നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കും, അവർക്ക് മനസ്സിലാവും, അവർക്കും കരിയർ ഗ്രോത്ത് ഉണ്ടാവും, കാരണം അവർക്ക് കൂടുതലായിട്ട് ട്രെയിനിങ്സ് എല്ലാം കിട്ടുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ലോവർ സ്റ്റാഫ് ടേൺ ഓവർ ആണ്. ലോവർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് കോസ്റ്റ്, നമുക്ക് കുറച്ച് കോസ്റ്റേ ആവുന്നുള്ളൂ റിക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങിനും എല്ലാം. പിന്നെ നമ്മുടെ ബാഡ് ഡെറ്റും കുറഞ്ഞിരിക്കും. നമുക്ക് എപ്പോഴും റിക്രൂട്ട്മെൻറ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ബാഡ് ഡെറ്റ് ഒന്നും കാണത്തില്ല. നമുക്ക് നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഓക്കെ, ഇനി അതർ ഇൻകം ജനറേഷൻ. അപ്പം വേറെ ഇൻകം ജനറേഷൻ എന്താ ഉള്ളത് ഈ പറയുന്ന ട്രെയിനിങ് കാരണം? ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ട്രെയിനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ചില ജോബ് പൊസിഷനിൽ പുതിയ ആൾക്കാർ വരും. അപ്പോൾ എന്ത് ചെയ്യും, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ആളുകൾ കാര്യങ്ങൾ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കും എന്താ, അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ഡയറക്റ്റ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഹയർ സക്സസ് റേറ്റ് ഇൻ വിന്നിങ് കോമ്പറ്റേറ്റീവ് പിച്ചേഴ്സ് ലീഡിങ് ടു ഇൻക്രീസ് സെയിൽസ്. അതായത് നമ്മുടെ സെയിൽസ് നമ്മുടെ കോമ്പറ്റേറ്ററെ കൂട്ടാൻ പറ്റും, കാരണം നമ്മുടെ സ്റ്റാഫിന് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിൽസ് റെഫറൽസ് മെയ്ഡ് ബൈ നോൺ സെയിൽസ് സ്റ്റാഫ് ഉണ്ടല്ലോ, നമ്മൾ സെയിൽസ് റെഫറൽസ് കൊടുക്കും. അപ്പം സെയിൽസിലല്ലാത്ത സ്റ്റാഫ് എന്ത് ചെയ്യും, ഓഫീസ് വർക്ക് ചെയ്യുന്നവരൊക്കെ അവരുടെ റിലേറ്റീവ്സിനോട് പറയും, ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ കമ്പനിക്ക് ഇത്രയും സെയിൽസ് ഉണ്ട്, നല്ല പ്രോഡക്റ്റാണ്, അങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കും. അത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, ഇപ്പോൾ സർവീസ് റെൻഡറിങ് ആണെങ്കിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസാണ് സർവീസ് റെൻഡർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, റെഫറൽസ് കൊടുക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ റെഫറൽസ് ആയിട്ട് കുറേ സെയിൽസ് നടക്കും. ഓക്കെ, അതാണ് അതർ ഇൻകം ജനറേഷനകത്ത് പറയുന്നത്. ഇതെല്ലാം നമുക്ക് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഡിറ്റർമിനിങ് ദ ബെനിഫിറ്റ്സ് ആണ്.
ആദ്യം നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ആണ് പഠിച്ചത്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ട്രെയിനിങ്ങിൽ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ആണ് പഠിച്ചത്. അതിൽ 4 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇനി ഡിറ്റർമിനിങ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ അതിൽ ലേബർ കോസ്റ്റിൻ്റെ സേവിങ്സ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്, അതർ കോസ്റ്റ് സേവിങ്, ഇത്രയും കാര്യങ്ങൾ. അതർ കോസ്റ്റ് സേവിങ്, അതുകൂടാതെ അതർ ഇൻകം ജനറേഷൻസ്. അതർ ഇൻകം ജനറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കാരണം എക്സ്ട്രാ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും, അതും കൂടിയാണ് കേട്ടോ അതർ ഇൻകം ജനറേഷൻസ് പറയുന്നത്. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വെച്ചിട്ട് നമ്മുടെ എംപ്ലോയീസ് തന്നെ നമ്മുടെ സ്ഥാപനത്തിനെ പറ്റി നല്ലത് പറയും, നല്ല പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ, നമ്മുടെ സെയിൽസ് കൂടും. പിന്നെ മൂന്നാമത്തത് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാൽക്കുലേറ്റിംഗ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എസ്റ്റിമേറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ ട്രെയിനിങ്. അപ്പോൾ ബെനിഫിറ്റ് ഡിവൈഡ് ബൈ പ്രോഗ്രാം കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ഇൻറ്റു 100. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബെനിഫിറ്റ് കാൽക്കുലേറ്റഡ്, നമുക്ക് എത്ര ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ന്യൂമറേറ്ററിൽ എടുക്കും. ഡിവൈഡഡ് ബൈ പ്രോഗ്രാം കോസ്റ്റ്, നമ്മൾ ഇതുവരെ എസ്റ്റിമേറ്റ് ചെയ്ത പ്രോഗ്രാം കോസ്റ്റ് ഡിനോമിനേറ്ററിൽ എടുക്കും ഇൻറ്റു 100. അപ്പോൾ അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ദ ഹയർ ദ റേഷ്യോ ഓഫ് ദ റിസൾട്ട് ടു കോസ്റ്റ്സ് ദ ഗ്രേറ്റർ വിൽ ബി ദ പ്രോഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഈ റേഷ്യോ എപ്പോഴും കൂടിയിരിക്കുന്നതാണ് നല്ലത്. ഈ റേഷ്യോ കൂടിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റാണ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ കൂടിയിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ബെനിഫിറ്റാണ്. കാരണം എന്താ, നമുക്ക് ന്യൂമറേറ്റർ കൂടിയിരിക്കണം. അതായത് ബെനിഫിറ്റ് കാൽക്കുലേറ്റഡ് ഷുഡ് ബി മോർ ദാൻ, ബെനിഫിറ്റ് കാൽക്കുലേറ്റഡ് കൂടുതലും പ്രോഗ്രാം കോസ്റ്റ് കുറവാണെങ്കിലേ നമുക്ക് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടത്തുള്ളൂ, റേഷ്യോ കൂടത്തുള്ളൂ. കാരണം ന്യൂമറേറ്റർ കൂടി നിൽക്കണം, ഡിനോമിനേറ്റർ കുറഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യത്തുള്ളൂ, എങ്കിൽ മാത്രമേ റേഷ്യോ ഹയർ ആവത്തുള്ളൂ. ഓക്കെ.